വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 2 അതിലെ അവസാനത്തെ ചാപ്റ്ററായ ദ സീഡ്ലിംഗ്. ആ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് പ്രത്യേകിച്ച് ഓണം എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന 100% നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് അപ്രീസിയേഷൻ ഓഫ് ദ പോയം. Now, write an appreciation of the poem The Seedling, focusing on its theme and tone. Analyzing the use of poetic devices, following format may help you. ഇവിടെ ഓൾറെഡി അപ്രീസിയേഷൻ ഓഫ് ദ പോം, ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാനുള്ള ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ട ഒരു ടൈറ്റിലാണ്. ഒന്നെങ്കിൽ കവിതയുടെ പേര് തന്നെ ദ സീഡ്ലിംഗ് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാം. അത് നല്ല ക്യാച്ചി ആയതും ഷോർട്ട് ആയതും നല്ലൊരു ടൈറ്റിലായിരിക്കണം കേട്ടോ. പിന്നെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു ആദ്യത്തെ പാരഗ്രാഫിൽ. ഇൻട്രൊഡ്യൂസ് ഓതർ ആൻഡ് ദ തീം ഓഫ് ദ പോയം ഇൻ ജനറൽ. ആരാണ് ഈ കവിത എഴുതിയത് എന്ന് വേണം. കൂടാതെ ആ കവിതയുടെ തീം എന്താണ്, അതിൻ്റെ സബ്ജക്റ്റ് എന്താണ് ഇവിടെ പറയുന്നത് എന്നും കൂടി ഒന്ന് എഴുതണം. ജസ്റ്റ് ആ തീം മാത്രം ഒന്ന് എഴുതുക. അടുത്തത് തീമിനെ കുറിച്ച് വിവരിച്ചെഴുതുന്നു. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ തീം, ഓരോ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് നമ്മൾ എഴുതണം. പിന്നീടാണ് പോയറ്റിക് ഡിവൈസ്, അത് കൂടാതെ അതിൻ്റെ റൈമും മീറ്ററും ടോണും ഒക്കെ നമ്മൾ എഴുതണം. പിന്നെ ലാസ്റ്റ് കൺക്ലൂഷനാണ് കണ്ടംപററി റെലവൻസ് ഓഫ് ദ പോയം. ഇപ്പം എന്തുകൊണ്ടാണ് ആ കവിത പഠിക്കാൻ തരുന്നത്, ഇപ്പോഴും നമുക്കത് വായിച്ചാൽ നമ്മുടെ ജീവിതമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം അല്ലേ ആ കവിത. അങ്ങനെയുണ്ടെങ്കിലല്ലേ ഇപ്പം നമുക്കിത് തരേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻസ് ഏതൊക്കെയാണ്, എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെട്ടത്, അവിടെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് കൺക്ലൂഷനിൽ എഴുതേണ്ടത്. അത് മൊത്തം കറക്റ്റായിട്ട് എഴുതിയ അപ്രീസിയേഷൻ നമുക്ക് ഫുൾ മാർക്സ് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു അപ്രീസിയേഷൻ ഞാൻ കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടൈറ്റിൽ എഴുതി ആരംഭിക്കാം. നമുക്ക് കവിതയുടെ പേരായ ദ സീഡ്ലിംഗ് എന്ന് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ക്രിയേറ്റീവായ ഒരു ടൈറ്റിൽ ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്, അതുപോലെ എന്തെങ്കിലും ഒന്ന് എഴുതാം. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ തുടങ്ങണം. The poem The Seedling is written by Paul Laurence Dunbar. ആരാണ് എഴുതിയത് എന്ന് എന്തായാലും ഒരു അപ്രീസിയേഷനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുക്കണം കേട്ടോ. A famous African American poet known for his inspirational and thoughtful poetry. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്കും കൂടി അവിടെ എഴുതിക്കോ. അദ്ദേഹം ഒരു ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റാണ്. പ്രത്യേകിച്ച് ഇതുപോലെ മോട്ടിവേഷൻ നൽകുന്ന, ചിന്തകൾ ഉളവാക്കുന്ന തരത്തിലുള്ള പോയട്രിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. The poem tells the story of a small seedling ഗ്രോയിങ് ഇൻ ടു എ പ്ലാന്റ്. ഈ കവിതയിൽ എന്താ പറയുന്നത്, ഒരു ചെറിയ സീഡ്ലിംഗ്, ഒരു ചെടിയായി മാറിയ ഒരു സീഡ്ലിങ്ങിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. സിംബലൈസിങ് ഹ്യൂമൻ ഡിറ്റർമിനേഷൻ ആൻഡ് ഹോപ്പ്. ഇവിടെ ഇതൊരു സിമ്പിളായിട്ടാണ് നിൽക്കുന്നത്. മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിനെയും പ്രതീക്ഷയും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇറ്റ് റിഫ്ലെക്ട്സ് ഓൺ ദ സ്ട്രഗിൾസ് വി ഫേസ് ഇൻ ലൈഫ്. നമ്മൾ തന്നെ നേരിടുന്ന, ഓരോ ദിവസവും നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെയാണ് ഇവിടെ വരച്ചു കാണിക്കാനായി ശ്രമിച്ചത്. ആൻഡ് ദി ഇന്നർ സ്ട്രെങ്ത് നീഡഡ് ടു ഓവർകം ദം. എന്നാൽ അവയൊക്കെ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ, തരണം ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത് വേണം, ഒരു കരുത്ത് വേണം ഉള്ളിൽ തന്നെ. അതാണ് ഇൻട്രൊഡക്ഷൻ. പിന്നീട് തീമിലേക്ക് കടക്കാം. ദ മെയിൻ തീം ഓഫ് ദ പോയം ഈസ് പെർസീവറൻസ് ഇൻ ദ ഫേസ് ഓഫ് ചാലഞ്ച്. പെർസീവറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പ്രശ്നം ഉണ്ടായാലും അതിനെ എതിർത്ത് നിൽക്കാൻ, ഏതൊരു പ്രശ്നം ഉണ്ടായാലും അതിനെ തരണം ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു പോയാൽ അതിൽ നിന്നും എത്രയും വേഗം തിരിച്ചു വരാനുള്ള കഴിവ്, അതിനെയാണ് പെർസീവിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയത്തിൻ്റെ മെയിനായ തീം എന്ന് പറയുന്നത് പെർസീവിയറൻസ് തന്നെയാണ്. ഇൻ ദ ഫേസ് ഓഫ് ചാലഞ്ചസ്, വെല്ലുവിളികൾ ഉണ്ടാവുമ്പോൾ. ജസ്റ്റ് ലൈക്ക് ദ സീഡ്ലിംഗ് പുഷസ് ത്രൂ ദ ഡാർക്ക് സോയിൽ. എങ്ങനെയാണോ സീഡ്ലിംഗ് ഡാർക്കായ സോയിലിൽ നിന്നും പുറത്തേക്ക് വന്നത് ടുവേർഡ്സ് സൺലൈറ്റിൻ്റെ അടുത്തേക്ക്, പീപ്പിൾ മസ്റ്റ് വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റേ ഡിറ്റർമിൻഡ് ടു റീച്ച് ദെയർ ഗോൾസ്. ആളുകൾ എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, കൂടാതെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. ഇറ്റ് ഓൾസോ കൺവേസ് ഹോപ്പ്. കൂടാതെ ഇത് എന്തൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഇതിൽ? ഹോപ്പ്, പ്രതീക്ഷ, ഒപ്റ്റിമിസം, നല്ലത് സംഭവിക്കുമെന്നുള്ള വിശ്വാസം അല്ലേ. ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് മോട്ടിവേഷൻ, സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസും ഇവിടുത്തെ ഒരു മെയിൻ തീം തന്നെയാണ്. പിന്നീടാണ് പോയറ്റിക് ഡിവൈസ്. ദ പോം യൂസസ് ഇമേജറി യൂസ് ചെയ്യുന്നുണ്ട്. ഇമേജറി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ പോയറ്റിക് ഡിവൈസ് ആണ്. ഇമേജറി എന്ന വാക്കിൽ തന്നെയുണ്ട്. നമ്മൾ ചില വാക്കുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സെൻറ്റൻസുകൾ കേൾക്കുമ്പോൾ ഒരു ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു, അഥവാ ഒരു പിക്ചർ, ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. അത് വായിക്കുമ്പോൾ തന്നെ നമ്മളൊരു പിക്ചർ കണ്ട ഒരു അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടാവും. അത്തരം വാക്കുകളെയോ അല്ലെങ്കിൽ അത്തരം സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇമേജറി എന്ന് പറയുക. നമ്മുടെ ഈ കവിതയിൽ തന്നെ ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്ക് സം ബെഡ്, ഇരുട്ട് നിറഞ്ഞ ആ ഒരു ബെഡിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ദ സൺഷൈൻ പോർഡ് അപ്പോൺ ഇറ്റ്, സൂര്യപ്രകാശം അതിലേക്ക് ഇങ്ങനെ ഒഴുകി വീണു എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് കാണാനായിട്ട്, നമ്മുടെ കണ്ണിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അത്തരം പോയറ്റിക് ഡിവൈസുകളെയാണ് ഇമേജറി എന്ന് പറയുന്നത്.
As in the lines, lay within its darksome bed. The sunshine poured upon it. അതിൽ നമുക്ക് ഇമേജറി കാണാം, വിച്ച് ക്രിയേറ്റ്സ് എ വിവിഡ് മെൻ്റൽ പിക്ചർ. മനസ്സിൽ തന്നെ അതൊരു പിക്ചർ ഉണ്ടാക്കി തരുന്നുണ്ട്. ആ ഒരു ലൈൻസ് വായിക്കുമ്പോൾ തന്നെ അതൊരു ഇമേജറിയാണ്. അലിട്രേഷൻ ഈസ് സീൻ. അലിട്രേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയറ്റിക് ഡിവൈസ് ആണ്. കോൺസണന്റ് സൗണ്ടുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അലിട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ കവിതയ്ക്ക് ഒരു താളം കൊടുക്കും, ഒരു റിതം കൊടുക്കും. ലിറ്റിൽ ലീഫ്ലെറ്റ്, ഹേസ്റ്റ് ആൻഡ് ഹറി, സീഡ്ലിംഗ് സ്വെറ്റ്, സൺ ആൻഡ് ഷവേഴ്സ്, അതിൽ ആ സൗണ്ടുകളുടെ റെപ്പിറ്റേഷൻ നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടാകും. അതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ആഡിങ് മ്യൂസിക്കൽ ക്വാളിറ്റി, അതൊരു മ്യൂസിക്കൽ ക്വാളിറ്റി തന്നെ തരുന്നുണ്ട്. മറ്റൊന്നാണ് പേഴ്സണിഫിക്കേഷൻ. പേഴ്സണിഫിക്കേഷനും ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. മനുഷ്യൻ്റെ ക്വാളിറ്റീസ്, ഹ്യൂമൻ ക്വാളിറ്റീസ് മനുഷ്യനല്ലാത്ത ഒന്നിന് കൊടുക്കുന്നതാണ് പേഴ്സണിഫിക്കേഷനിലൂടെ ചെയ്യുന്നത്. സീഡ്ലിംഗ് ലൈക്ഡ് ദ പ്രോസ്പെക്ട് എന്ന് പറയുന്നു. സീഡ്ലിങ്ങിന് ആ കാഴ്ച ഇഷ്ടപ്പെട്ടു. മനുഷ്യനാണ് പൊതുവെ ഓരോ കാഴ്ചകൾ ഇഷ്ടപ്പെടാറല്ലേ, അപ്പോൾ അവിടെ പേഴ്സണിഫിക്കേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊന്നുണ്ട്, ഇറ്റ് കോൾഡ് ഇറ്റ് ബ്രദേഴ്സ്. ലീഫ്ലെറ്റ് അതിൻ്റെ ബ്രദേഴ്സിനെ വിളിച്ചു എന്ന്. അതും മനുഷ്യനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറ്. അപ്പോൾ അത് പേഴ്സണിഫിക്കേഷൻ ആണ്. റൈം സ്കീം. ഈ ഒരു കവിത സത്യത്തിൽ 2 റൈം സ്കീം ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ABABയും മറ്റൊന്ന് ABCBയും. വിച്ച് മേക്സ് ദ പോയം റിത്തമിക് ആൻഡ് ഈസി ടു റിമെമ്പർ. അത് നമ്മുടെ കവിതയ്ക്ക് ഒരു താളം നൽകുന്നുണ്ട്. കൂടാതെ നമുക്ക് പെട്ടെന്ന് അത് ഓർത്തിരിക്കാനും ഈ റൈം സ്കീം സഹായകമാണ്. ദ ടോൺ ഈസ് ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് എൻകറേജിങ്. എങ്ങനെയാണ് ഇതിൻ്റെ ടോണ്? നെഗറ്റീവ് ആണോ? അല്ല, ഒപ്റ്റിമിസ്റ്റിക് ആണ്, പ്രതീക്ഷകൾ നൽകുന്ന ടൈപ്പാണ്. ആൻഡ് എൻകറേജിങ്, നമ്മളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ടോണാണ് കവിതയുടേത്. അവസാനം കൺക്ലൂഷൻ. എങ്ങനെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം? ദ പോയം ഈസ് റെലവൻറ്റ് ഈവൻ ടുഡേ. ഇപ്പോഴും ഇതിന് റെലവൻസ് ഉണ്ട്. ഇപ്പോഴും ആ കവിത വായിച്ചാൽ നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ബിക്കോസ് ഇറ്റ് റിമൈൻഡ്സ് അസ് ടു കീപ് സ്ട്രൈവിങ് ഡെസ്പൈറ്റ് ഓബ്സ്റ്റിക്കിൾസ്. ഓബ്സ്റ്റിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടസ്സം. ഇങ്ങനെ ഡെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്കിലും, തടസ്സങ്ങൾ ഉണ്ടെങ്കിലും മുന്നോട്ട് പോകുവാനായിട്ട് നമ്മളെ ഇത് ഓർമ്മിപ്പിക്കുന്നു. ഐ ലൈക്ക് ദ ലൈൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലൈൻ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. അതിൽ പ്രത്യേകം അല്ല, സീഡ്ലിംഗ് പറയുന്നുണ്ട്, ഞാൻ ഇത്ര റോബസ്റ്റ് ഒന്നുമല്ല, ഞാൻ ഇത്ര സ്ട്രോങ് ഒന്നുമല്ല, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റ് ഞാൻ ചെയ്യും എന്നവിടെ പറയുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ സീഡ്ലിങ്ങിൻ്റെ ലൈഫ് ആരംഭിക്കുന്നത് തന്നെ അല്ലേ. ബിക്കോസ് ഇറ്റ് ഷോസ് ദാറ്റ് എഫേർട്ട് ആൻഡ് ഡിറ്റർമിനേഷൻ ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇമ്മീഡിയറ്റ് സക്സസ്. പെട്ടെന്നുണ്ടാകുന്ന നിലനിൽക്കാത്ത വിജയത്തെക്കാളും കഷ്ടപ്പെട്ട് നമ്മൾ എഫേർട്ട് എടുത്ത് നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് നേടിയെടുത്ത് നമ്മൾ കൊണ്ടുപോകുന്ന സക്സസ് തന്നെയാണ് നിലനിൽക്കുക. ഇറ്റ് ഇൻസ്പയർസ് റീഡേഴ്സ് ടു കീപ് മൂവിങ് ഫോർവേഡ്. ആ ഒരു വരി കേൾക്കുമ്പോൾ തന്നെ റീഡേഴ്സിന് എന്തെങ്കിലും ഇപ്പോൾ തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു വരി കേൾക്കുമ്പോൾ തന്നെ ഓക്കെ ഫൈറ്റ് ചെയ്യാം എന്നൊരു തോന്നൽ റീഡേഴ്സിലും ആ ലൈൻ ഉണ്ടാക്കുന്നുണ്ട്. നോ മാറ്റർ ഹൗ ടഫ് ലൈഫ് ഗെറ്റ്സ്. ലൈഫ് എത്ര ടഫാണെങ്കിലും, എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും, എത്ര കഷ്ടപ്പാട് നിറഞ്ഞതാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കും സക്സസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിത തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് എല്ലാം ഫോളോ ചെയ്ത് ഈ പറഞ്ഞ ടിപ്സും ട്രിക്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രീസിയേഷൻ ഓഫ് ദ പോയത്തിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ.